അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു പുതിയ സ്ഥലത്തിന്റെ അടുത്തേക്കുള്ള വഴിയുടെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴഞ്ചേരി നാരങ്ങാണം റോഡിലാണ്. അതിൽ വെലികുളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള സേഫ് ആൻഡ് കെയർ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വർക്കിന് അടുത്താണ് നമ്മളിപ്പോൾ വാഹനം നിർത്തിയിരിക്കുന്നത്. അതിന് തൊട്ട് വശത്തായിട്ടുള്ള ഈ ചെറിയ കോൺക്രീറ്റ് വഴിയിൽ കൂടെയാണ് നമ്മൾ ഇന്ന് എത്തിപ്പെടാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ വഴി. ഇതുവഴി ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമ്മളിങ്ങനെ മുകളിലോട്ട് കയറുകയാണ്. അത് അവിടെയാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത്. അപ്പം ഡയറക്ഷൻ പറയുകയാണെങ്കിൽ കോഴഞ്ചേരിയിൽ നിന്ന് നാരങ്ങാണം റൂട്ടിലുള്ള വെലികുളം എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തെത്തുക. അപ്പം ഈ പറയുന്ന സേഫ് ആൻഡ് കെയർ എന്ന് പറയുന്നത് കോഴഞ്ചേരി ഭാഗത്തുനിന്ന് വരുമ്പം ഇടതുവശത്തായിട്ടാണ്. എൻജിൻ പോട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും വാം വെൽക്കം. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഷോർട്ട് ട്രാവൽ സീരീസ് വീഡിയോസ് ആണ് ഇപ്പം ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം വണ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടിയിൽ അടുത്തുള്ള നല്ല പ്രദേശങ്ങൾ സന്ദർശിക്കുക, ഒപ്പം വണ്ടിയുടെ കേപ്പബിലിറ്റി നോക്കുക. അപ്പോൾ അതാണ് ഈ വീഡിയോ സീരീസിൻ്റെ ലക്ഷ്യം. സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാണം എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചായത്തിലെ ഒരു ചെറിയൊരു മലമുകളാണ്. ഒരു റബ്ബർ എസ്റ്റേറ്റും അതിന് ചുറ്റുമുള്ള ഒരു മലയുമാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ. പക്ഷേ നമ്മളിന്ന് വന്നിരിക്കുന്നത് അതിലുപരി മാരുതിയുടെ ഒരു വണ്ടി കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വീഡിയോ ആയതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൂടെ നമുക്ക് നോക്കിപ്പോകാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മടുക്കക്കുന്ന് എന്ന് പറയുന്ന ഒരു മലയുടെ അടിവാരത്തിലാണ്. ഇനിയും ഇവിടുന്ന് കുറേ ഏറെ അടി ഉയരത്തിലേക്ക് പോകാനുണ്ട്, എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ വ്യൂ കിട്ടത്തുള്ളൂ. പക്ഷെങ്കിൽ വാഹനം പോകുന്ന ഒരു സ്ഥലത്ത് എത്തി നമ്മളിപ്പോൾ നിർത്തിയിരിക്കുകയാണ്. അതിന് മുകളിലേക്ക് വാഹനം പോകുന്നതല്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാവുന്നതാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏറെ അകലെ കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരി എന്ന് പറയുന്ന ഒരു പട്ടണമാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ഒരു അല്പം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഇന്നലെ ഞാൻ കുട്ടിക്കാനം വരെ പോയിരുന്നു. അപ്പോൾ അവിടെ കിട്ടുന്ന അതേ ഒരു അനുഭൂതി തന്നെയാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നട്ടുച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയാണ് ഇപ്പോൾ സമയം. ഈ സമയത്ത് പോലും വളരെ മനോഹരമായൊരു ദൃശ്യമാണ് നമുക്കിവിടെ കാണുന്നത്. കുട്ടിക്കാനത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ഹിൽ റേഞ്ചസിലോ അല്ലെങ്കിൽ ഹൈ റേഞ്ചസിലോ പോകാതെ തന്നെ ഒരല്പം പ്രകൃതി രമണീയത ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ദൂരത്തിനുള്ള ആസ്വദിക്കണം കോഴഞ്ചേരിയിലോ പത്തനംതിട്ടയിലോ ഉള്ളവർക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്ര ഉയർന്ന സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുന്നത് 2006 മോഡൽ ഒരു സ്വിഫ്റ്റ് VXIയിലാണ്. ഈ പ്രദേശം വളരെ ഉയർന്നതാണെങ്കിൽ പോലും പഞ്ചായത്ത് വക റോഡ്, കോൺക്രീറ്റ് റോഡ് ഇവിടം വരെ ഉണ്ട്. എങ്കിലും ഇതിന് മുകളിലോട്ട് അല്പം കല്ലും അല്ലെങ്കിൽ മണ്ണും മാത്രമുള്ള റോഡാണ്. കാരണം ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റിലേക്ക് കയറുന്ന റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ പഞ്ചായത്ത് വക റോഡ് ഇവിടെ നിൽക്കുകയും അതിനപ്പുറത്തേക്ക് നമ്മുടെ വാഹനം ഒരു പ്രൈവറ്റ് റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ ടെക് ട്രാവൽ ഈറ്റിലെ സുജിത് ഭക്തിൻ്റെ ഗ്ലോസ്റ്റർ വീഡിയോയ്ക്ക് ശേഷം പല വ്ളോഗർമാരും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വാഹനങ്ങളുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോ മുതൽ മോപ്പഡ് വരെയുള്ള പല വണ്ടികളും പല കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിൽ കൂടെ കയറ്റി നമ്മളെ ആസ്വദിപ്പിക്കാറുണ്ട്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 15 വർഷത്തോളം പഴക്കമുള്ള മാരുതിയുടെ, നമ്മുടെ പപ്പടം ഉണ്ടാക്കുന്ന കമ്പനിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനത്തെ ഈ പറഞ്ഞ റോഡിന് ശേഷമുള്ള കല്ലും അല്ലെ മണ്ണും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇതൊരു ഓഫ് റോഡ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ദാറ്റ് ഒരു വെൽ മെയിൻറ്റൈൻഡ് വാഹനം, അത്യാവശ്യം പഴക്കമുള്ളത്, പക്ഷെങ്കിൽ ഒരു കാലത്തെ വളരെ റിലയബിൾ ആയിട്ടുള്ള റാലിക്കാർ ഇങ്ങനൊരു വാഹനത്തെ ഈ പറഞ്ഞ റോഡിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം.
നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഒരു പ്രശ്നവും കൂടാതെ സ്വിഫ്റ്റ് ഈ മുകളിലെത്തി. അതിന് കാരണം ഇത് ഒരു കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു കാറായിരുന്നു. അത് വന്നത് നമ്മളിപ്പോൾ പപ്പടം എന്ന് വിളിക്കുന്ന മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് തന്നെയാണ്. ജിപ്സി, സെൻ, 1000, എസ്റ്റീം ഇവയ്ക്ക് ശേഷം മാരുതി ഇറക്കിയ ഏറ്റവും ബെസ്റ്റ് ഒരു കാറായിരുന്നു ഇതെന്ന് വേണം പറയാം. മറ്റ് പല വാഹനങ്ങൾ ഇതിന് ശേഷം വന്നിരുന്നു, അതായത് കിസാഷി, ബലേനോ, ഇതിനു മുമ്പ് ബലേനോ വന്നിരുന്നു. എങ്കിൽ പോലും ഇത്രയും പോപ്പുലറായ, ഇത്രയും റിലയബിളായ, ഇത്രയും സ്ട്രോങ് ആയ ഒരു കാറ് മാരുതി ഇതിനു മുമ്പ് ഇറക്കിയിട്ടില്ല. കാരണം ഇത് സുസുക്കിയുടെ എഞ്ചിനീയേഴ്സ്, ജപ്പാൻ്റെ സുസുക്കിയുടെ എഞ്ചിനീയേഴ്സ് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു കാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ആ കയറ്റം കയറുന്ന വാഹനം കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ആ ഗ്രൗണ്ട് ക്ലിയറൻസും 1300cc നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ കരുത്തും ആണ് ഈ വാഹനത്തെ ഇപ്പോഴും പുല്ല് പോലെ പല കയറ്റങ്ങളും പല കുഴികളും താണ്ടാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് അന്നത്തെ പോപ്പുലർ റാലി പോലുള്ള റാലികളിൽ അല്ലെങ്കിൽ ഡെസേർട്ട് സ്റ്റോം പോലെയുള്ള റാലികളിൽ സുന്ദരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. 2005 സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ഡിസൈനും ഇതിലെ ഫീച്ചേഴ്സും ഒരു ഇന്ത്യൻ നിർമ്മിത വാഹനത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും പുതുമയുള്ള കാര്യങ്ങളായിരുന്നു. 2005 സ്വിഫ്റ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ സ്വെപ്റ്റ് ബാക്ക് ഹെഡ്ലാമ്പുകൾ, ഹണികോം മെഷ് ഗ്രിൽ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബോഡി ലൈനുള്ള ഒരു ബോണറ്റ്, അതിനൊപ്പം എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിൻ്റെ ഡിസൈനിലുള്ള ഈ ഫ്രണ്ട് വിൻഡ്ഷീൽഡും ഈ ടോപ്പ് റൂഫും, അതായത് ഈ കേർവ് ചെയ്തിരിക്കുന്ന ഒരു റൂഫും, ബ്ലാക്ക് ആൻഡ് ബി പില്ലർ, എ പില്ലർ, അതുപോലെ ബ്ലാക്ക് ആൻഡ് മിറേഴ്സ്, അത് നൽകുന്ന ഒരു സെമി ഫ്ലോട്ടിംഗ് റൂഫ് ഫീലിംഗ് ഉള്ള ഡിസൈൻ, പിന്നെ ആകപ്പാടെ ഒരു മസ്കുലാറായിട്ടുള്ള വീൽ ആർച്ചസ്, ഇതൊക്കെ അന്ന് 2005 നമുക്കൊരു പുതിയൊരു ഡിസൈൻ അനുഭൂതി തന്നെയായിരുന്നു. LXi, VXi, ZXi എന്നിങ്ങനെ 3 വേരിയൻറ്റുകളാണ് അന്ന് സ്വിഫ്റ്റിനുണ്ടായിരുന്നത്. ഇതിൽ ZXi എന്ന് പറയുന്ന മോഡലിൽ ഇന്നത്തെ 10 ലക്ഷത്തിന് വിലയുള്ള വാഹനങ്ങളിൽ കിട്ടാത്ത സേഫ്റ്റി ഫീച്ചേഴ്സ് അന്ന് ഉണ്ടായിരുന്നു. അതായത് അന്ന് 2005 അതിന് ഏകദേശം ഒരു 6 ലക്ഷം രൂപയായിരുന്നു വില. ഈ കാണുന്ന മോഡൽ VXi എന്ന് പറയുന്ന മോഡലാണ്. ഇത് 5 ലക്ഷം രൂപയായിരുന്നു അന്ന് വില. അത് എന്തൊക്കെയായിരുന്നു സേഫ്റ്റി ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അന്ന് ഇതിനകത്തുണ്ടായിരുന്ന ഫീച്ചേഴ്സോ നമുക്ക് നോക്കാം. ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഡാർക്ക് ഗ്രേ ഇൻറ്റീരിയർ ആയിരുന്നു വിത്ത് സ്ലൈറ്റ് ഡ്യുവൽ ടോൺ. അതായത് AC വെൻറ്റിൻ്റെ ചുറ്റുമോ അല്ലെങ്കിൽ ഈ ഡോറിൻ്റെ ക്ലാഡിങ്ങിന് ചുറ്റുമോ ഉള്ള ഒരു ഗ്രേ കളർ ഫിനിഷ്, മെറ്റാലിക് ഗ്രേ കളർ ഫിനിഷ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. റാപ്പ് അറൗണ്ട് ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു അന്ന് സ്വിഫ്റ്റിന് വന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ഡോറും ഡാഷ്ബോർഡും കൂടെ ചേർന്ന് പോകുന്ന ഒരു ലൈനുണ്ട്. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഫീച്ചേഴ്സായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ക്ലോക്ക് ഉണ്ടായിരുന്നു. വലിയ മ്യൂസിക് സിസ്റ്റം വെക്കാനുള്ള ഒരു, അന്നത്തെ CD പ്ലേയേഴ്സ് വെക്കാനുള്ള ഒരു സ്പേസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള ഗിയർ ലീവർ, 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, വൈഡായിട്ടുള്ളൊരു ക്യാബിൻ, ഇതൊക്കെയായിരുന്നു അന്ന് സ്വിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഒപ്പം ഇൻറ്റേർണലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ലൈറ്റ് ലെവലർ, പിന്നെ ഫോഗ് ലാമ്പ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസ്, ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കീ ഫോബ്, അതായത് തെഫ്റ്റ് അലാം ഉണ്ടായിരുന്ന ഒരു കീ ഫോബ് ഉൾപ്പെടെയാണ് അന്ന് സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തിരുന്നത്. ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്ന സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ പിന്നിലുള്ള ട്രേ, ബൂട്ട് ട്രേ, സ്റ്റോപ്പ് ലാമ്പ്, ഇതൊക്കെയായിരുന്നു അന്ന് സ്വിഫ്റ്റിൽ വളരെ അട്രാക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന കുറച്ച് ഫീച്ചേഴ്സായിരുന്നു. ഒപ്പം VXi മുതലുള്ള മോഡലുകളിലാണോ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എങ്കിലും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചറാണ് അന്ന് ഈ മോഡലിൽ അഡ്ജസ്റ്റബിളായിട്ടുള്ള പിൻ ഹെഡ് റെസ്റ്റുകൾ. അതായത് ലോങ് ട്രാവലിന് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അഡ്ജസ്റ്റബിൾ പിൻ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പിൻ യാത്രക്കാരുടെ സേഫ്റ്റിയെ മാനിച്ച് 3 സീറ്റ് ബെൽറ്റാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അതായത് ഓരോ എഡ്ജിലുള്ള സീറ്റ് ബെൽറ്റും, അത് നടുക്കും ഈ പറഞ്ഞ പോലെ യാത്രക്കാർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സും ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപരിയാണ് ZXi വേരിയൻറ്റിൽ ABSഉം എയർ ബാഗും വന്നിരുന്നു. അപ്പോൾ ഇന്ന് ABSഉം എയർ ബാഗും ഒക്കെ സ്റ്റാൻഡേർഡ് ആയെങ്കിലും അന്നൊരു ഓപ്ഷണൽ ഫീച്ചറായിരുന്നു. പക്ഷേ ZXi മോഡൽ അന്ന് എടുത്തവർക്ക് അറിയാം, സ്വിഫ്റ്റ് നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ ആ ABS പെട്ടെന്ന് ആക്ട് ചെയ്യും, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് റൈഡ് ചെയ്യാൻ ഒക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. മാരുതിയുടെ വാഹനങ്ങളെ പപ്പടം എന്ന് വിളിക്കുമ്പോഴും ഒരു കാലത്ത് മാരുതി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ ബിൽഡ് ക്വാളിറ്റി മാരകമായിരുന്നു. 2005 അല്ലെങ്കിൽ 2000 മുതലുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഓട്ടോ ഇന്ത്യ പോലുള്ള മാഗസിൻസൊക്കെ ഉള്ള കാലത്ത്
വാഹനങ്ങളുടെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുന്നത് അതിൻ്റെ ഡോർ അടയ്ക്കുമ്പോഴുള്ള തഡ് എന്ന് പറയുന്ന ഒരു സൗണ്ടിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു. അതായത് ആ സൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിറ്റ്മെൻറ്റ്, മെറ്റലിൻ്റെ ഡെൻസിറ്റി ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡോർ അടയ്ക്കുമ്പോഴുള്ള ശബ്ദം നോക്കാം. ഈ ഒരു തഡ് സൗണ്ടായിരുന്നു സ്വിഫ്റ്റിന് ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റൽ ക്വാളിറ്റി, ബോഡിയുടെ റിജിഡിറ്റി, അല്ലെങ്കിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ്, അല്ലെ ഫിറ്റ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത്, ഇതൊക്കെ വളരെ എവിഡൻ്റ് ആയിട്ട് ആണ് ഈ ഡോർ അടയ്ക്കുമ്പോഴുള്ള ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നാണ് അന്ന് ഓട്ടോ റിവ്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കാരണമാണ് മാരുതിയുടെ പഴയ വാഹനങ്ങൾക്കുള്ള ബിൽഡ് ക്വാളിറ്റി വളരെ വ്യക്തമാണ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് മാരുതി വാഹനങ്ങളുടെ ക്വാളിറ്റി മോശമാണെങ്കിൽ അതിന് ഒരു ഉത്തരവാദി നമ്മൾ കൂടിയാണ്. കാരണം പെട്രോൾ വില കൂടുകയും മൈലേജ് കൂടിയുള്ള വാഹനങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ മാരുതി ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയുണ്ടായി. കുറഞ്ഞ സിലിണ്ടർ കപ്പാസിറ്റിയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബോഡിയും ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ വാഹനത്തിന് മൈലേജ് അല്ലെങ്കിൽ ഇന്ധനക്ഷമത കൂടുകയും ചെയ്തു. പക്ഷേ അതേസമയം നല്ല പെർഫോമൻസ് ആണ് ആ വാഹനങ്ങൾ തന്നിരുന്നത് കാരണം നമ്മളത് കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ തുടങ്ങി. കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അപകടങ്ങളുള്ള സാധ്യത കൂടുന്നു. അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ വാഹനം പൂർണ്ണമായി തകരാനുള്ള സാധ്യതയും കൂടി വന്നു. പറയുമ്പോൾ ശരിയാണ്, നേരത്തിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മാരുതി വാഹനങ്ങളാണ്. അതിൽ പലതും നല്ല രീതിയിൽ തകർന്നിട്ടുമുണ്ട്. 10 വാഹനങ്ങൾ ഓടുമ്പോൾ അതിൽ 7 എണ്ണം മാരുതിയുടെയും 3 എണ്ണമായിരിക്കും മറ്റ് കമ്പനികളുടേതും. കാരണം ഒരു സിറ്റിയിൽ തന്നെ 10 ഡീലർഷിപ്പ് മാരുതിക്കുള്ളപ്പോൾ മറ്റ് കമ്പനികളുടേത് ഓരോന്ന് വീതമോ അല്ലെങ്കിൽ ഒന്നുമേ തന്നെയോ കാണുകയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കപ്പെടുന്നത് മാരുതിയുടേതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ റോഡിലുള്ളത് മാരുതിയുടേതാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉള്ളപ്പോൾ അപകട നിരക്ക് കൂടുന്നതനുസരിച്ച് ഈ പറഞ്ഞ വാഹനങ്ങളായിരിക്കാം അതിൽ കൂടുതൽ പെടുകയും ചെയ്യുന്നത്. പക്ഷെങ്കിൽ അവിടെ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ മാരുതി വാഹനങ്ങൾക്ക് ഇപ്പോൾ പാളിച്ചകളുണ്ട്. അതിൽ പറയുന്നത് തെറ്റൊന്നുമില്ല. എങ്കിലും നമ്മളൊരു കമ്പനിയെ അടച്ച് ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ ക്രിറ്റിസിസം നടത്തുമ്പോൾ മാരുതി കമ്പനി അല്ലെങ്കിൽ മാരുതി സുസുക്കി അതിനനുസരിച്ച് വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൂട്ടുകയും നമുക്ക് കൂടുതൽ സേഫ്റ്റി ആയിട്ടുള്ള അല്ലെ സേഫറായിട്ടുള്ള വാഹനങ്ങൾ തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഒരു മാരുതി ഫാനോ ഒന്നുമല്ല, എങ്കിലും മാരുതി വാഹനങ്ങളോട് നമുക്കൊരു പ്രിയമുണ്ട്. കാരണം ജിപ്സി, സെൻ, എസ്റ്റീം, ഈ സ്വിഫ്റ്റ് ഇതൊക്കെ വളരെ നല്ല ഡൈനാമിക്സും വളരെ നല്ല പെർഫോമൻസും ഒരു കാലത്തും മോശമാകാതിരുന്നിട്ടുള്ള ഒരു ഡിസൈനും നൽകിയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ജിപ്സിയുടെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവർഗ്രീനാണ്. പഴയ സെൻ ആ ഡിസൈനും എവർഗ്രീനാണ്. അതുപോലെ ഈ സ്വിഫ്റ്റ്, ഈ ഫസ്റ്റ് ജെൻ സ്വിഫ്റ്റിൻ്റെ ഒക്കെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ഡിസൈൻസാണ്. ഇത് ഒരിക്കലും ഈ ഡിസൈൻസിനെ പഴക്കം തോന്നുകയില്ല. അപ്പോൾ ഇങ്ങനത്തെ ചില വാഹനങ്ങൾ മാരുതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളോട് എനിക്കൊരു പ്രിയമുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഈ വാഹനങ്ങളെ വെച്ച് മാത്രമാണ്. പുതിയ തലമുറയിലുള്ള വാഹനങ്ങളെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. അതിന് ഈ പറഞ്ഞ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. കാരണം നമ്മൾ കൂടുതൽ മൈലേജ് ഫോക്കസ്ഡ് ആണ്. അതിനെ സുസുക്കി കമ്പനി അല്ലെങ്കിൽ മാരുതി കമ്പനി മുതലെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം നമ്മൾ താഴെ കാറിട്ട സ്ഥലത്തുനിന്ന് ഈ റബ്ബർ മല നടന്ന് കയറുകയാണ്. കുറച്ച് നാളിന് ശേഷം കയറുന്നുണ്ടാണോ എന്നറിയത്തില്ല, എൻ്റെ ആംബിയർ ഇപ്പോഴേ പോയി. അപ്പം മുകളിലൊരു ടവറുണ്ട്, അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവിടം വരെ എത്താൻ ഒത്തുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നല്ല സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വഴിയിലേക്ക് ഈ മലയിലേക്ക് കയറുമ്പോൾ ഈ ഏരിയയിൽ താമസിക്കുന്ന ഒരു ചേച്ചിയെ പരിചയപ്പെടുകയും അവരുടെ വീട്ടിൽ നമ്മൾ അല്പം വെള്ളം കുടിക്കാനൊക്കെ കയറുകയും ചെയ്തു. അപ്പം ഈ ചേച്ചിക്ക് നമുക്ക് ഈ സ്ഥലത്തെപ്പറ്റിയും ഇവരുടെ ഇവിടുത്തെ താമസത്തെപ്പറ്റിയും എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ചേച്ചി, ഇത്ര മനോഹരമായ സ്ഥലത്ത് നിങ്ങൾ താമസിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ ദൂരോട്ട് നോക്കുമ്പോൾ ആറന്മുള, പിന്നെ ചെങ്ങന്നൂർ, അങ്ങനെ പോകുന്ന റൂട്ടുകളാണ് ഇവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ കാണാവുന്നത്. കോഴഞ്ചേരി ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അങ്ങനെ വളരെ പ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അനേകർ ഇവിടെ കടന്നു വന്ന് ഈ പ്രകൃതി കണ്ട് ആശ്വസിക്കുന്നു. നല്ല കാറ്റും നല്ല കാലാവസ്ഥയുമാകുന്നു ഇവിടെ ഉള്ളത്. എൻ്റെ മരുമകനാണെങ്കിൽ ബാംഗ്ലൂരിൽ കന്നഡക്കാരനാണ്. എൻ്റെ മകൻ ഇവിടെ വരുമ്പം പറയും, ഞാൻ ഇവിടെ മാത്രമേ താമസിക്കുന്നുള്ളൂ, എനിക്കിവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ധാരാളം വെള്ളവും നല്ല ശുദ്ധജലമുണ്ട്. ഇവിടെ എല്ലാവർക്കും താമസിക്കുവാൻ, ആർക്കും താമസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല.
നല്ല കാലാവസ്ഥയും നല്ല സന്തോഷമായ ഒരു താമസമാണ്. കുടുംബങ്ങൾക്ക് താമസിക്കുവാൻ നല്ല ഒരു ഏരിയയാണ് ഈ മടുക്കക്കുന്നെന്ന് പറയുന്ന മല. ഈ മലയിൽ അവിടെ നിന്ന് എല്ലാവരും കന്യാകുമാരിയിൽ ചെന്നാണ് സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്നത്. എന്നാൽ ഈ ദേശത്ത് മടുക്കക്കുന്നിൻ്റെ മണ്ടയിൽ എൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ മനോഹരമായിട്ട് സൂര്യൻ അസ്തമിക്കുന്നതും കാണാൻ കഴിയും. അവിടെ വരെയും പോകണ്ട, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അസ്തമിക്കുന്നത് പോലെ കാണുവാൻ കഴിയുന്ന ഒരു ഉയരമുള്ള ഒരു മലയിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മളിപ്പോൾ ഏകദേശം മുകളിൽ തന്നെ എത്തിയിരിക്കുകയാണ്. നട്ടുച്ചയ്ക്ക് അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ചെറിയ ട്രെക്ക് നടത്തിയതിൻ്റെ ഒരു ഉന്മേഷമുണ്ട്. കാണുന്ന 2 ടവറുകളാണ്. എന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള ചില കൊച്ചു വീടുകൾക്ക് ഒരിക്കലും റേഞ്ച് പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. താഴെ ഞാൻ ആദ്യം കാണിച്ച വ്യൂവിൻ്റെ അതിലും ഇരട്ടി ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നിന്നൊരു ഓപ്പൺ വ്യൂ നമുക്ക് കാണാനില്ല. പക്ഷേ എന്ത് വന്നാലും എൻജിൻ പോർട്ടിൻ്റെ ഈ വീഡിയോ കാണുന്ന പത്തനംതിട്ടയിലോ കോഴഞ്ചേരിയിലോ റാന്നിയിലോ ഒക്കെയുള്ള സുഹൃത്തുക്കൾ ദയവായി ഈ സ്ഥലം വന്ന് കാണുക. നിങ്ങൾക്ക് ദൂരെ എങ്ങും പോകാതെ തന്നെ അടുത്ത് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് എൻജിൻ പോർട്ടഡ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ടച്ച് ദ നോട്ടിഫിക്കേഷൻ ഐക്കൺ ആൻഡ് ക്ലിക്ക് ഇറ്റ്. ആൻഡ് ഇഫ് യു കമൻസ് ഉണ്ടെങ്കിൽ ദയവായി അത് ടൈപ്പ് ഇൻ ചെയ്യുക. ഫീഡ്ബാക്ക് ഉള്ള അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ മല ഇറങ്ങുകയാണ്.